UDF സർക്കാർ വന്നതിന് ശേഷം ഏറെ വിവാദമായി വന്നൊരു സംഭവമാണ് വിഴിഞ്ഞം പദ്ധതിയിലെ ഷെയർ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം. പക്ഷെ എന്നാലും ഇത് 2 ദിവസം കൊണ്ട് അതങ്ങ് മുങ്ങിപ്പോയ പോലെയാണ് തോന്നുന്നത്. എന്താണ് ഇതിന് മുമ്പ് ഉള്ള LDF ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധ സമരം അങ്ങനത്തെ കാര്യത്തിൽ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതിനു മുമ്പും LDF സർക്കാർ നടത്തിയ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു സംശയമാണോ? എന്താണ് അതിനകത്ത് ഇപ്പോൾ ഒരു സൈലന്റ് ആവാൻ കാരണം? അല്ല, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ LDF UDF എന്നൊരു വ്യത്യാസവുമില്ല. വിഴിഞ്ഞം കരാർ ഒപ്പിടുന്ന കാലത്ത് തന്നെ അതിനെക്കുറിച്ച് വലിയ സംശയങ്ങളും എതിർപ്പുകളുമുള്ള ആളുകളാണ് ഞങ്ങൾ കുറെ പേര്. അത് ഉമ്മൻചാണ്ടി ഒപ്പിടുന്ന കാലത്ത് തന്നെ അതിനെതിരായി വരുന്നു. LDF സർക്കാർ വരുന്നു. അപ്പോൾ LDF അന്ന് 6000 കോടി രൂപയുടെ അഴിമതി എന്നും കടൽ കൊള്ള എന്നും ദേശാഭിമാനി ഫ്രണ്ട് പേജ് എഴുതിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് വിഴിഞ്ഞം പദ്ധതി കൊള്ളയാണ്, അദാനിക്ക് കീഴടങ്ങി, കടൽ വിറ്റു, കായൽ വിറ്റു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ LDF വരുന്നതോടുകൂടി ഗൗതം അദാനി AKG സെന്ററിൽ വരുന്നു, കാര്യങ്ങളൊക്കെ മാറുന്നു. പിന്നെയുള്ള 10 കൊല്ലം എന്ന് പറഞ്ഞാൽ അദാനി പാർട്ട്ണറാണ്. ഇതെല്ലാം കൂടി ചേർന്നു. BN വാസവൻ പറഞ്ഞു അദാനി ഈസ് അവർ പാർട്ട്ണർ. അപ്പൊ അദാനി പാർട്ട്ണറായി വരികയും വിഴിഞ്ഞത്തിന്റെ മുഴുവൻ വികസനത്തിന്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഉമ്മൻചാണ്ടിയുടെ പടം പോലും അതിന്റെ ഉദ്ഘാടനത്തിൽ വെക്കുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ പടം വെക്കുന്നില്ല, മറ്റേ ആളുകളെ വിളിക്കുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് തെറി കേട്ടിട്ടാണ് ഈ കരാർ ഒപ്പിട്ടത്. കരാർ ഒപ്പിട്ടത് ശരിയോ തെറ്റോ എന്നുള്ളൊരു കാര്യം. കരാർ കേരളത്തിന് അനിവാര്യമായിരുന്നു എന്ന് LDF അംഗീകരിച്ചില്ല. അങ്ങനെ ആ കരാർ വളരെ LDF നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ നിരവധി കൺസെഷൻസ് ഇവർക്ക് കൊടുക്കുന്നു, ഈ അദാനിക്ക് കൊടുക്കുന്നു. അദാനി പലവട്ടം വൈകിക്കുന്നു. അപ്പൊ അതിനൊക്കെ 5 വർഷം നീട്ടി കൊടുക്കുന്നു. 55 എന്നുള്ളത് 2050 2060 ആക്കി കൊടുക്കുന്നു. അദാനി കുറെ ഈ പിഴ അടയ്ക്കാനുണ്ട്, ആ പിഴയൊക്കെ വേവ് ചെയ്ത് കൊടുക്കുന്നു. മാത്രമല്ല പിന്നെ 2ാം ഘട്ടത്തിനും 3ാം ഘട്ടത്തിനൊക്കെ വ്യത്യാസമായ കരാർ ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ അദാനിക്ക് വേണ്ടി LDF ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണെന്നുള്ള വിവരം ഈ ചർച്ചയിൽ പുറത്തേക്ക് വരികയാണ്. ഇനിയിപ്പോ UDFന്റെ കാലം വന്നപ്പോൾ ഒന്ന് ഈ 49% ഷെയർ വിൽക്കാൻ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമാണോ അല്ലെങ്കിൽ അതിന്റെ അടുത്താണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ 2 മാസം കൊണ്ട് 1 മാസം കൊണ്ട് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല. അത് വളരെ മാസങ്ങളായി ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് വളരെ ശരിയാണ്. ഇത് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഗവൺമെന്റിന്റെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് പിണറായിക്ക് ഞങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം. ഞങ്ങളിപ്പോ 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനൊക്കെ മുമ്പേ തന്നെ ഈ ചർച്ച നടന്നിട്ടുണ്ടാവും. രാവിലെ വന്നിട്ട് MSCക്ക് ഷെയർ വിൽക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോ ഇത് എല്ലാം തന്നെ വലിയ തോതിൽ LDFന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, 49% വിഴിഞ്ഞത്തിന്റെ ഷെയർ അല്ല, വിഴിഞ്ഞത്തെ അദാനിക്കുള്ള ഷെയറാണ് വിൽക്കുന്നത്. അപ്പോഴും 51% അദാനിയുടെ ഉണ്ട്. MSCക്ക് വിൽക്കുന്നു. MSC ഒരു എന്താ പറയാ, ഒരു അത്ര നല്ല കമ്പനിയൊന്നും അല്ല. നല്ല കമ്പനി വെച്ചാൽ ലോകത്ത് വലിയൊരു കമ്പനിയാണ്. മദർഷിപ്പ് വരുന്ന 4 കമ്പനികളിൽ ഒന്നാണ്. അർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ MSCക്ക് ഒരുപാട് കേസുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ തന്നെ കടലിൽ MSCയുടെ കപ്പൽ മുങ്ങിപ്പോയിട്ട് ഇപ്പോഴും എന്താണ് കപ്പലിൽ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ തയ്യാറായിട്ട് അതൊന്നും പിണറായി വിജയൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനി 25% ഷെയർ വിറ്റാൽ കുഴപ്പമില്ലല്ലോ, ചോദിക്കണ്ടല്ലോ. അപ്പൊ 25% ഷെയർ അയാൾ പറയുന്നത് 49 ഞാൻ 25 വിൽക്കണുള്ളൂ എന്ന് അദാനി പറഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ വല്ലതും പറയാൻ ഇല്ലല്ലോ. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോ ഇതിൽ മാത്രമല്ല ഇവര് പറയുന്ന ആർഗ്യുമെന്റിനൊന്നും അർത്ഥമില്ല. MSCയുടെ ഷിപ്പ് മാത്രമേ വരൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം MSCക്ക് മറ്റു പല സ്ഥലത്തും ഈ അദാനിയായിട്ട് ഇതുണ്ട്. ഇപ്പൊ മുന്ദ്രയിലുണ്ട്, ഗുജറാത്തിലെ മുന്ദ്രയിൽ MSCയും അദാനിയും 800 ഉണ്ട്. എന്ന് പറഞ്ഞാൽ MSCയും അദാനിയും തമ്മിലുള്ള സ്ഥലത്ത് ബാക്കി എല്ലാ ഷിപ്പും വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലായിടത്തും വരുന്നുണ്ട്. മുന്ദ്രയിൽ എല്ലാവരുടെ ഷിപ്പും വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ആരോപണം അതായിരുന്നു, ഈ MSCക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് ഷിപ്പുകളൊന്നും വരില്ല എന്നുള്ളതായിരുന്നു. ശരിക്കും അങ്ങനെ ഉണ്ടാവില്ല എന്നാണല്ലോ ഈ പറയുന്നത്, ഇത് തെളിവ് വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനെ വന്ന MSCക്ക് നഷ്ടമല്ലേ ഇത്. മാത്രമല്ല MSCയുടെ ഷിപ്പ് മാത്രമേ വരൂ എന്ന് പറഞ്ഞാൽ MSCക്ക് അതുകൊണ്ട് എന്താ ഗുണം? MSC ഷെയർ ഉള്ളതല്ലേ. അപ്പോ ഞാൻ പറയുന്നത് അത്തരം വാദങ്ങളൊന്നും ഇതിൽ നിലനിൽക്കില്ല. ഇതിലുള്ള പ്രശ്നം എന്താ, MSC പോലൊരു കമ്പനി വളരെ ഇൽ റെപ്യൂട്ടഡ് ആയ കമ്പനിയാണ്, അത്ര പ്രസിദ്ധമല്ല, കുപ്രസിദ്ധമായ ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിക്ക് ഷെയർ കൊടുക്കുമ്പോൾ പ്രാഥമികമായും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അറിയാതെ കൊടുക്കരുതെന്ന് കരാറിൽ തന്നെ വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. 25% കഴിഞ്ഞാൽ. അപ്പൊ 25% എന്ന് പറഞ്ഞാലും ഇതില് എനിക്ക് തോന്നുന്നില്ല, കാരണം ലീഗലി തന്നെ ഇതിൽ ഏറെക്കുറെ കോംപ്ലിക്കേഷൻ വരും. എന്തായാലും അദാനിയെ പിണക്കി വിടാൻ പിണറായി വിജയനും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കരാർ ഇതോടുകൂടി വേണ്ട, പൊക്കോളൂ എന്ന് സതീശൻ പറയൂല, പറയാൻ പിണറായി സമ്മതിക്കൂല. അതിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് താന്നു പോയത്. ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ
ഇനിയിപ്പോ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പോവാണ്. ആ സെറ്റിൽമെന്റ് വളരെ സിമ്പിളാണ്. എന്താ വെച്ചാൽ വേറൊരു കരാറും കൂടി ഉണ്ടാക്കും. ഇപ്പൊ ആദ്യത്തെ ഉമ്മൻചാണ്ടിയുടെ കരാർ കഴിഞ്ഞ് 2 കരാർ പിണറായി വിജയന്റെ കാലത്തുണ്ടായി. ഒരു ഉപകരാറും കൂടി ഉണ്ടാക്കും, ഒരു സബ് കോൺട്രാക്ട്, ഒരു ഇതിന്റെ MOU. ആ MOU അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ എല്ലാ ഷിപ്പുകൾക്കും വരാം എന്നാക്കും. ഇതിന്റെ ഉടമസ്ഥാവകാശം മറ്റേ ഇപ്പൊ അദാനിയുടെ ഷെയറിലേ മാറിയിട്ടുണ്ട്. അദാനിയും കേരള ഗവൺമെന്റ് തമ്മിലുള്ള കരാറ് അതിൽ മാറുന്നില്ല. അത് MSCക്കും ബാധകമാണ്. MSC കരാർ അദാനിക്ക് ഉണ്ടായിരുന്ന കരാറിന് മാത്രമാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് കേരള സർക്കാർ അദാനിയുടെ കമ്പനിക്കാണ് യഥാർത്ഥത്തിൽ കേരളമായിട്ടുള്ള കരാർ. അദാനിയുടെ കമ്പനിയുടെ കരാർ വ്യവസ്ഥകൾ അതുപോലെ തന്നെ നിൽക്കും. അത് MSCക്കും ബാധകമാണ്. പിന്നെ ഇത്ര വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. അത് എത്ര വർഷം എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനി 20 വർഷം നീട്ടാനാണ് സാധ്യത, ഏത് ഗവൺമെന്റ് വന്നാലും. കാരണം അദാനിയുടെ കീഴിലല്ലാതെ ഒരു ഗവൺമെന്റ് അങ്ങനെ അദാനിയെ പിണക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു ഗവൺമെന്റ് നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ പ്രസംഗം പറയാന്നല്ലാതെ ഇപ്പോ ഞാൻ പറയാം, അദാനി വന്നപ്പോ അദാനിക്കെതിരായി വന്ന ആരോപണങ്ങളൊക്കെ ഇവര് പിണറായി വിജയൻ എങ്ങനെ നേരിട്ടേന്ന് എനിക്കറിയാം. കാരണം ഇവരൊരു കമ്മീഷനെ വെച്ചു, ഒരു ജസ്റ്റിസ്. അതെന്താ കാരണം വെച്ചാൽ CAGയുടെ റിപ്പോർട്ട് വന്നു. CAGയുടെ റിപ്പോർട്ടിൽ വലിയ കൊള്ളയാണ് ഈ കരാറിൽ നടക്കുന്നത് എന്ന് അവർ തുറന്നു കാട്ടിയപ്പോൾ അത് മറികടക്കാനാണ് ഒരു ജസ്റ്റിസിനെ വെച്ച്. ആ കമ്മീഷന് മുമ്പിൽ പല പ്രാവശ്യം തെളിവ് കൊടുക്കാൻ പോയിട്ടുള്ള ആളാണ് നിരവധി പേര്. PJ വിജയനുണ്ട്, ജോസഫ് സി മാത്യു, അങ്ങനെ പലരും വന്നിട്ടുണ്ട്. ആ തെളിവൊന്നും കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ആ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ യാതൊരു കുഴപ്പമില്ല, കേരളത്തിന്റെ താല്പര്യങ്ങൾ ഒന്നും തന്നെ ഹനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വെച്ച സർക്കാർ തന്നെ പറഞ്ഞു കേരളത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കുന്നതല്ല ഈ കരാർ. അപ്പൊ ദേശാഭിമാനി അന്ന് എഴുതിയത് പോയി, ഇത് വന്നു. ഇപ്പൊ എന്താ പറ്റിയേ? ഇത് ഡീല് വന്നപ്പോ തന്നെ ദേശാഭിമാനി വീണ്ടും എഴുതി. കാരണം ദേശാഭിമാനി അതേ ആളാണ്. അത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം. അപ്പൊ 13,000 കോടിയുടെ വിദേശ നിക്ഷേപം എഴുതി. പിന്നെ തോമസ് ഐസക്ക് തിരിച്ചെഴുതി പറഞ്ഞു അതൊന്നും ഒരു കാര്യമല്ല. കാരണം ഇതാണ് CPMന്റെ അടിസ്ഥാന സമീപനം. എന്താ ഇത് വിദേശ ശക്തികൾ ഇവിടെ വരുന്നതിന് അവർക്ക് ഒരു വിരോധവും ഇല്ല. പഴയ പോലെയുള്ള സാമ്രാജ്യത്വ വിരോധമൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് സതീശൻ ഒട്ടുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് സതീശനും പ്രിൻസിപ്പിളിലും അത് പറഞ്ഞിട്ടില്ല. കാരണം വിദേശ നിക്ഷേപം വരണമെന്ന് പറയുന്നതാണ്. ഇനി പിണറായി വിജയൻ വിദേശ നിക്ഷേപത്തിന് എതിരാണെന്ന് വെച്ചാൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് ആരുടെ പൈസ കൊണ്ടുവരാനാണ്? സാമ്രാജ്യ മൂലധനം തന്നെയല്ലേ. അല്ലാണ്ട് എവിടെ നിന്ന് വരും? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരാണ് നിങ്ങൾക്ക് പൈസ തരാനുള്ളത്? അപ്പൊ തീർച്ചയായിട്ടും സാമ്രാജ്യത്വ മൂലധനത്തിനോട് ഒരു വിരോധവും ഇപ്പോൾ ഇവർക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് MSC വന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ MSC വരുമ്പോ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്നത് സതീശൻ ഗവൺമെന്റ് ചോദിക്കേണ്ട ഒരു കാര്യം, ആ മുങ്ങിപ്പോയ കപ്പലിൽ എന്താ ഉണ്ടായിരുന്നതെന്നും ചോദിക്കണം. നിങ്ങൾ എന്തായാലും പാർട്ണറാണ്. അതെന്താ ഉണ്ടായിരുന്നത്? ആ കടൽ എങ്കിലും രക്ഷപ്പെടുത്താൻ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തിനൊക്കെ വലിയ കുഴപ്പമുണ്ടായ അതിലെ കണ്ടെയ്നറിൽ എന്താണ് ഉള്ളതെന്ന് വരെ ഇതുവരെ പറഞ്ഞിട്ടില്ല MSC. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റണം. ഇതെന്തായാലും ഡീല് വരും, യാതൊരു സംശയമില്ല. പിന്നെ ഇവര് പറയുന്നത് സതീശൻ 1-ാം തീയതി അവിടെ പോയി, എന്താണ് മെയ് 1-ാം തീയതി പോയി. മെയ് 1-ാം തീയതി റിസൾട്ട് വന്നിട്ടില്ല. കേരളത്തിൽ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് UDF ജയിക്കുമെന്നും സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നും ഒക്കെ അദാനി സ്വപ്നം കാണുന്നു. ഒന്ന് വിൽക്കുക വാദത്തിന് വേണ്ടി. പക്ഷേ ആ കാലത്ത് ഇവിടെ ആരാ മുഖ്യമന്ത്രി? പിണറായി വിജയനാണ്. മാത്രമല്ല എന്തെങ്കിലും കാര്യത്തിൽ പിണറായി വിജയൻ അദാനിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അദാനിയുമായിട്ട് പരമാവധി യോജിച്ചു പോകണം എന്ന് തീരുമാനിച്ച പിണറായി വിജയനും ഈ 1-ാം തീയതി ഒരു സന്ദർശനം കൊണ്ട് മാത്രം സതീശൻ ഇതിന്റെ പ്രതിയായി എന്ന് പറഞ്ഞാൽ സതീശൻ കണ്ടുണ്ടാവും. AK സെന്ററിൽ ഗൗതം അദാനി വന്നതിന് നമുക്ക് വിരോധമില്ല. ഒരു എയർപോർട്ടിൽ വെച്ച് സതീശൻ അദാനിയുടെ ചീഫിനെ കണ്ടതിനെ കുറിച്ചാണ് ഇപ്പൊ വാർത്ത. ഞാൻ പറഞ്ഞേ സതീശൻ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അദാനി എല്ലാ വഴിയും നോക്കും. ഇപ്പൊ നാളെ കേന്ദ്ര ഇലക്ഷൻ വരുമ്പോ അദാനി രാഹുൽ ഗാന്ധിയെ കാണൂ നീ. കാരണം നാളെ ഭരണം മാറിയാലോ, കേന്ദ്രത്തിൽ ഭരണം മാറിയാലേ അദാനിക്ക് പിടിച്ചേക്കണ്ടേ? അവര് ബിസിനസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത്രയും എതിർപ്പ് പറയുന്ന രാഹുൽ ഗാന്ധിയെ പോലും നാളെ അദാനി കണ്ടുകൂടാന്നൊന്നുമില്ല. അദാനി എന്ന് കണ്ടിട്ട് പറയും ഞാൻ ഇതുവരെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ എതിർത്തതൊക്കെ ശരി, ഇനി നിങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന്റെയോ മറ്റു പാർട്ടികളുടെയോ ഒരു സ്ഥലത്തും ഇടതുപക്ഷത്തിന് എതിർപ്പില്ലാത്ത അദാനിക്ക് പിന്നെ ബാക്കിയുള്ളവർക്ക് എതിർപ്പുണ്ടാവേണ്ട കാര്യം. എണ്ണൂർ പോർട്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, എണ്ണൂർ പോർട്ടിലും മറ്റ് ഗുന്ദ്ര പോർട്ടിലും ഒക്കെ ഉള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ റിട്ടേൺ ആണ് ഇതിന് കിട്ടുന്നത്, ഇവിടെ വിഴിഞ്ഞത്ത് കിട്ടുന്നത്. അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, മാരിടൈം ബോർഡാണ് ഇതിന്റെ കൺട്രോൾ വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ പിണറായി വിജയൻ മാരിടൈം ബോർഡിനോട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 1000 കോടി രൂപയുടെ 1000 ഷിപ്പ് വന്നു പോയി എന്നാണല്ലോ ഇപ്പൊ പറയണേ. 1000 ഷിപ്പ് വന്നു പോയെങ്കിൽ എത്രയോ കോടി രൂപ മാരിടൈം ബോർഡിന് കിട്ടണം.
മാരിടൈം ബോർഡിന് അറിയില്ല. ഇപ്പോഴും എത്ര ഷിപ്പ് വന്നു എന്ന് CPM-കാർക്കേ അറിയുള്ളൂ, അദാനിക്കേ അറിയുള്ളൂ, മാരിടൈം ബോർഡിന് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഇതുവരെയും ദുരൂഹമായി അദാനിക്ക് വേണ്ടി ഭരണം നടത്തുന്നു. ആ ഭരണം ഇനിയും തുടരും. ഇനി കേരളത്തിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരു അദാനി വിരോധമൊന്നും ഏൽക്കാത്ത തരത്തിലേക്ക് കേരള സമൂഹത്തെ മാറ്റിയെടുത്തു. ആദ്യം LDF, ഇപ്പൊ UDF. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ചുമതല ഉണ്ടായിരുന്ന ദിവ്യ സൈറെ മാറ്റിയതോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിലൊന്നും യാഥാർത്ഥ്യം അല്ലല്ല, ദിവ്യ സയ്യർക്ക് ഇതിൽ എന്താ റോളുള്ളത്? ദിവ്യ സയ്യറല്ലേ അദാനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു? അദാനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് ദിവ്യ സയ്യറല്ലേ? അദാനിക്ക് എന്തെങ്കിലും ദിവ്യ സയ്യരോട് വിരോധം ഉണ്ടായിരുന്നു? അദാനി മാറ്റണം എന്ന് പറഞ്ഞു എനിക്കറിയില്ല. ഈ കേരള സ്റ്റേറ്റിന്റെ പ്രതിനിധിക്ക് ഡയറക്ടർ ബോർഡിലും അവർക്ക് എന്തായാലും ചെയ്യാനുള്ള ഏത് കാര്യത്തിലാണ് അദാനിയോടൊരു ചോദ്യം അവർ ചോദിച്ചിട്ടില്ല, വൈകിയന് ചോദിച്ചിട്ടില്ല. മുതലപ്പൊഴിയിൽ ഇത്രയും ആളുകൾ വന്നു ചോദിച്ചിട്ടില്ല. ശംഖുമുഖം ബീച്ച് മുങ്ങിപ്പോയെന്ന് ചോദിച്ചിട്ടില്ല. ഒഴിവാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സിമെന്റ് ഗോഡൌണിലിട്ട് നരകിപ്പിച്ചതിന് ചോദിച്ചിട്ടില്ല. അതൊന്നും ചോദിക്കാത്ത ദിവ്യ സയ്യർ എന്ത് കാര്യത്തിനാണ് അവർ മാറ്റുന്നത്? അപ്പൊ ദിവ്യ സയ്യരും IAS മാറ്റിയിട്ടുണ്ടാവും, പലരെ മാറ്റിയിട്ടുണ്ടാവും. അതൊക്കെ വെറും ആരോപണങ്ങളാണ്. അതുപോലെ KK രാഗേഷാണ് അത് ഉന്നയിച്ചത്. KK രാഗേഷും ദിവ്യ സയ്യർ KK രാഗേഷിനെ പുകഴ്ത്തിയ ഒരു കഥയൊക്കെ നമുക്കറിയാം. അതിലൊന്നും ഒരു കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദിവ്യ സയ്യരല്ല, ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നവർ അദാനിയുടെ അടിമകളായി മാറുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം.